നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ന്യൂസ് പല ആർട്ടിക്കിൾസ് ആണ്. ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ബിക്കോസ് റീസെന്റ് നിങ്ങൾ വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് ഫിനാൻസ് കമ്മീഷൻ. കാരണം ഈ പറഞ്ഞ നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷൻ റീസെന്റ് പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലുള്ളത്. സോ തീർച്ചയായിട്ടും ഗവൺമെന്റ് പോളിസീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതും അതുപോലെ എക്കണോമിക്സുമായിട്ട് ഇതിനകത്ത് ബന്ധമുള്ളതുകൊണ്ട് തന്നെ രണ്ട് ജനറൽ സ്റ്റഡീസ് പേപ്പറിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഒന്ന് GS പേപ്പർ 2ന്റെയും അതേപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെയും പോയിന്റ് ഓഫ് വ്യൂലും ആ ഒരു ടോപ്പിക്കിന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് ട്യൂബർകുലോസിസ്. അതായത് റീസെന്റ് ഈ പറഞ്ഞ പോലെ സയൻസുകളൊക്കെ തന്നെ നടത്തിയ പഠനത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ട്യൂബർകുലോസിസ് ബാധിച്ച ആളുകളിൽ ഈ പറഞ്ഞ പോലെ മെന്റൽ ഇഷ്യൂസുകൾ അല്ലെങ്കിൽ മീൻസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസുകൾ ഈ പറഞ്ഞ പോലെ വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ നേരെ ഓപ്പോസിറ്റും പറയാൻ സാധിക്കുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളിൽ കൂടുതലും ട്യൂബർകുലോസിസും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ് അതിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ മീൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്യൂബർകുലോസിസ് എന്നുള്ള ആർട്ടിക്കിളാണ് നമ്മൾ പഠിക്കേണ്ടത്. ബിക്കോസ് വേൾഡിന്റെ ഈ പറഞ്ഞ ഗ്ലോബൽ വേൾഡിൽ TB ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ട്യൂബർകുലോസിസ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും നിലവിൽ ആ ഒരു TBയുടെ ബർഡൻ ഒക്കെയാണ് കൂടുതലുള്ളത് ഇന്ത്യയിലായതുകൊണ്ടാണ് വേൾഡ് TB ക്യാപിറ്റൽ എന്നുള്ളത് ഇന്ത്യ വിശേഷിപ്പിക്കാറുള്ളത്. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ തീർച്ചയായിട്ടും നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിലൊക്കെ തന്നെ ഒരുപാട് പ്രാധാന്യമുള്ളവയാണ്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ബിക്കോസ് ആ ഒരു ഭൂട്ടാനീസ് കിങ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഭൂട്ടാനും ഇന്ത്യയും തമ്മിൽ ചേർന്ന് ഒരുപാട് കരാറുകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ധാരണ ഒക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്, മീൻസ് അതിലേക്കുള്ള സിഗ്നിഫിക്കൻസ് ഒക്കെയാണ് നമ്മൾ മെയിൻലി പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 IR ഇന്റർനാഷണൽ റിലേഷൻ പെർസ്പെക്ടീവിൽ പഠിക്കുന്നത്. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഒരു ഫിലിംസ് ബേസ്ഡ് ഒരു MCQ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് ഫിനാൻസ് കമ്മീഷൻ ആണ്. സോ സ്റ്റേറ്റ്സ് ആൻഡ് ദ ചാലഞ്ച് ബിഫോർ ദ ഫിനാൻസ് കമ്മീഷൻ ഉള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക്കലി ഒരു ആർട്ടിക്കിളിനകത്ത് ഇന്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എക്സാം വ്യൂ പോയിന്റുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ചെറിയൊരു ഓവർവ്യൂ പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്ന കുറച്ച് ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻസ് കമ്മീഷൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻസ് കമ്മീഷൻ ബേസിക്കലി നമ്മൾ പൊളിറ്റി ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കുന്നതാണ്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് വിച്ച് ഇസ് മെൻഷൻ അണ്ടർ ആർട്ടിക്കിൾ 280, ആർട്ടിക്കിൾ നമ്പർ 280 പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ. ആൻഡ് ഈ 280 ആർട്ടിക്കിളിന്റെ സബ് ക്ലോസ് 1 പറയുന്ന കാര്യമുണ്ട്. ഇത് എല്ലാ 5 വർഷം കൂടുമ്പോൾ ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ എവറി 5th ഇയർ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത്. 5th ഇയർ ഓർ earlier. അപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ 2026 വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിൽ റൺ ചെയ്യുന്ന ആ ഒരു ഫിനാൻസ് കമ്മീഷൻ 15th ഫിനാൻസ് കമ്മീഷന് അധികാരമുണ്ട്. ബട്ട് അതിനു മുമ്പ് തന്നെ നമ്മൾ 16th ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് കൃത്യമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം അടുത്ത ടെന്യൂറിലേക്ക് 16th ഫിനാൻസ് കമ്മീഷനെ കയറേണ്ടതുള്ളൂ. അരവിന്ദ് പനഗേരിയ മുൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നീതി ആയോഗിന്റെ CEO ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ 16th ഫിനാൻസ് കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1951 പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് എന്നുള്ള കാര്യം ഓർക്കുക. പ്രസിഡന്റാണ് ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പിന്നീട് പ്രസിഡന്റ് ആണ് റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്ന കാര്യം ഓർത്തിരിക്കും. പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ എല്ലാ 5 വർഷം കൂടുമ്പോഴാണ് പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓർ ഈ പറഞ്ഞ പോലെ അങ്ങനെ നിർബന്ധമില്ല. ഓർ ആൻ ഏർലിയർ ടൈം ദാറ്റ് ഹി കൺസിഡേഴ്സ് നെസസറി, ആവശ്യമെങ്കിൽ എന്ന് തോന്നുവാണെങ്കിൽ അതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ദെൻ ദ പ്രൈമറി റോൾ, ഫിനാൻസ് കമ്മീഷന്റെ പ്രൈമറി റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് ടു റിവ്യൂ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. ഇവിടെയുള്ള സംസ്ഥാനങ്ങളുടെ ഒക്കെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക ആൻഡ് റെക്കമെൻഡ് മെഷേഴ്സ് ടു എൻഹാൻസ് ഫിസിക്കൽ കപ്പാസിറ്റി ഓഫ് ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഇപ്പൊ ഇവിടെ ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട റോളായിട്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കും? ടു റിവ്യൂ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാം, അത് റിവ്യൂ ചെയ്യുക, എന്നിട്ട് വേണ്ടുന്ന സജഷൻസ് ഒക്കെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്, റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഫംഗ്ഷൻസ് ആയിട്ട് പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഒക്കെ മോണിറ്റർ ചെയ്യുക. അതുകൂടാതെ തന്നെ ഒരുപാടധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസും കൂടെ ഫിനാൻസ് കമ്മീഷൻ നിറവേറുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് ഫണ്ട്സ്. അതായത് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലിൽ നിന്നും ഇവിടെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന്റെ ഫണ്ടിന്റെ വിഹിതത്തിനെയാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെയൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കുമല്ലോ ടാക്സ് വരുമാനം സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത്. ആ കളക്ട് ചെയ്ത വരുമാനത്തിൽ നിന്ന് ഇത്ര ശതമാനം നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കാറുണ്ട്. ആ വീതിച്ചു കൊടുക്കുന്നതാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞ വെർട്ടിക്കൽ ഡെവല്യൂഷൻ സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റുകളിലേക്ക് പോരുന്നതാണ്. ഉദാഹരണം പറയാൻ ലേറ്റസ്റ്റ് 15th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 41% ആ ഒരു വെർട്ടിക്കൽ ഡെവല്യൂഷൻ. വിച്ച് മീൻസ് 100 രൂപ ടാക്സിലൂടെ സെൻട്രൽ ഗവൺമെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 41 രൂപ സംസ്ഥാനങ്ങൾക്കായിട്ട്, എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഓരോരോ സംസ്ഥാനങ്ങൾക്ക് എത്ര കിട്ടണം? ഇവിടെ ഈ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് 1 എത്ര കിട്ടണം, അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റേറ്റ് 2 എത്രയാണ്, സ്റ്റേറ്റ് 3 എത്രയാണ്, ഇങ്ങനെയൊക്കെയുള്ള
തോറും ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓരോരോ സംസ്ഥാനങ്ങളിലേക്കായിട്ട് എത്രയാണ് പോകുന്നത് എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. അതും തീരുമാനിക്കുന്ന ആര് തന്നെയാണ്? നമ്മുടെ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ദാറ്റ്സ് കോൾഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഓഫ് റെസ്പെക്റ്റീവ് ഷെയർസ് എമംഗ് ദ സ്റ്റേറ്റ്സ് ആയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഒരു സംസ്ഥാനം എല്ലാ സംസ്ഥാനത്തിനും ഈക്വൽ ആയിട്ടല്ല. ഇപ്പൊ 41% എന്ന് പറയുമ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ 41 രൂപയാണ് ഷെയർ കൊടുക്കുന്നത്. അതിൽ ഇവിടെ ചിലപ്പോൾ ഒരു സംസ്ഥാനത്തിന് 10 രൂപ കിട്ടുമായിരിക്കും, വേറൊരു സംസ്ഥാനത്തിന് ചിലപ്പോൾ 3 രൂപയായിരിക്കും, വേറൊരു സംസ്ഥാനത്തിന് ഈ പറഞ്ഞ പോലെ 2 രൂപയായിരിക്കും. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളുടെ കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് അവരുടെ GDP സൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരുടെ പോപ്പുലേഷൻ ഒരു ഫാക്ടറാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് തീർച്ചയായിട്ടും അവർ ആ ഫണ്ട് ഈ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ തന്നെ. സോ ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഓരോ സംസ്ഥാനങ്ങൾക്ക് ഓരോരോ എമൗണ്ടുകളാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കണം. നീഡി ആയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കാറുണ്ട്, എന്നാൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് അത്രയും കൊടുക്കാറില്ല. ഇതിനകത്ത് ഇപ്പം ക്രിറ്റിസിസം ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പോയിന്റ് അത് തന്നെയാണ്. ലൈക്ക് പറഞ്ഞ പോലെ ഇവിടെ എസ്പെഷ്യലി സദേൺ ഇന്ത്യ സ്റ്റേറ്റുകൾ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് മിക്ക മേഖല, എസ്പെഷ്യലി പോപ്പുലേഷൻ കൺട്രോൾ മെഷർ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടാനായിട്ട്, സ്റ്റേറ്റ് GDP വർദ്ധിപ്പിക്കാനായിട്ട് ഒക്കെ തന്നെ ഒരുപാട് മെഷേഴ്സുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സദേൺ ഇന്ത്യ സ്റ്റേറ്റുകളും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഡെവലപ്ഡ് ആകാനായിട്ട് സദേൺ ഇന്ത്യ സ്റ്റേറ്റ്സിൽ ഒരു പരിധിവരെ മീൻസ് തമിഴ്നാടാകാം അല്ലെങ്കിൽ കേരളമാകാം കർണാടക ഇവയ്ക്കൊക്കെ തന്നെ താരതമ്യേന ഇച്ചിരി ഡെവലപ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഡെവലപ്മെന്റ് ഇവർ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷനകത്ത്, എസ്പെഷ്യലി ഈ ഒരു ഹൊറിസോണ്ടൽ ഡെവല്യൂഷനകത്ത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് താരതമ്യേന കുറച്ച് ഷെയർ മാത്രമേ കൊടുക്കാറുള്ളൂ. കൂടുതലും ഫണ്ട് പോകുന്ന ഈ പറഞ്ഞ ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ താരതമ്യേന ഡെവലപ്മെന്റ് ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് കൂടുതലും ഫണ്ട് പോകാറുള്ളത് എന്നുള്ള കാര്യം നോക്കാം. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങൾ, കൂടുതൽ ഫണ്ട് കിട്ടുന്ന സംസ്ഥാനങ്ങൾ ആക്ച്വലി അവർ ഡെവലപ്ഡ് ആകാൻ ശ്രമിക്കത്തില്ല. ബിക്കോസ് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയുടെ അളവിന് എന്ത് സംഭവിച്ചേക്കാം? കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ശരിക്കും നമ്മൾ പരിഹരിക്കണമെന്ന് ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. ബിക്കോസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഒരു ഡെവലപ്ഡ് ആകാനായിട്ട് ശ്രമിക്കത്തുമില്ല. ഇനി ഡെവലപ്ഡ് ആയ സംസ്ഥാനങ്ങൾക്ക് അതൊരു ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും. ബിക്കോസ് അവർക്ക് എന്തിനാണ് ഡെവലപ്ഡ് ആയി എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ആ സംസ്ഥാനങ്ങൾക്ക് വരും. ബിക്കോസ് ആ ഡെവലപ്ഡ് ആയതുകൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടാതെ വരുന്നത്? ഈ ഒരു ഫണ്ട് കിട്ടാതെ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ഈ ഫിനാൻസ് കമ്മീഷൻ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ടു ഗീവ് ഗ്രാൻസ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ്സ്. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ചിലപ്പോൾ ഈ കൊടുക്കുന്ന അല്ലാതെ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഡിസാസ്റ്റർ ഉണ്ടായത് മൂലമാകാം, പെട്ടെന്ന് ഒരു ഫണ്ടിന് ആവശ്യകതയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എത്രത്തോളം കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ തന്നെ തീരുമാനത്തിൽ പറയുന്നതും അത് എത്രത്തോളം കൊടുക്കണം എന്ന് കണ്ടുപിടിക്കുന്ന അതിന്റെ റൂൾസും കാര്യങ്ങളെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷൻ എന്നുള്ള കാര്യം ഓർക്കുക. ഫിനാൻസ് കമ്മീഷൻ 3 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. ഒന്ന്, വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് ഫണ്ട്സ് ഫ്രം വെയർ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഫണ്ടുകൾ എത്ര രൂപ സ്റ്റേറ്റിന് എല്ലാവർക്കുമായിട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു. ഇനി അതേപോലെ തന്നെയാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റുകൾക്ക് എല്ലാവർക്കുമായിട്ട് അലോക്കേറ്റ് ചെയ്ത എമൗണ്ട് നിന്ന് ഓരോരോ സംസ്ഥാനങ്ങൾക്ക് എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. പിന്നെ ആവശ്യമെങ്കിൽ ഗ്രാൻസ് ഇൻ എയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ തന്നെ ഗവേൺ ചെയ്യുന്നവർ തന്നെയാണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. ഇത്രയാണ് ഫിനാൻസ് കമ്മീഷന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിട്ട് പറയപ്പെടുന്നത്. ഇനി നമ്മൾ ആ ആർട്ടിക്കിളിൽ കിടക്കുകയാണ്. ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ക്രിറ്റിസിസം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് മെയിൻസിന്റെ പെർസ്പെക്ടീവിലൊക്കെ ചോദ്യം വരികയാണെങ്കിൽ എഴുതാനായിട്ട്. ഒന്നാമതായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ബേസിക് കാര്യമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ. അത് എന്തിനാണ് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസ്ക്കൽ ഫെഡറലിസത്തിന് ഒരു ബാലൻസിംഗ് വീലായിട്ട് ആക്ട് ചെയ്യാനായിട്ടാണ്. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംസ്ഥാനങ്ങൾക്കൊക്കെ ആണെങ്കിലും ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ തന്നെയാണെങ്കിലും യാതൊരുവിധ കുറവുകളും വരാൻ പാടില്ല. അവരുടേതായ കാര്യങ്ങൾ നിറവേറാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഫുള്ള് ഫണ്ട് പോകാനും പാടില്ല, അങ്ങനെ ഒരു മോണോപ്പൊളി വരാനും പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു ബാലൻസിംഗ് വീലായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം? ഫിനാൻസ് കമ്മീഷന്റെ ഉത്തരവാദിത്തം. എൻഷുറിംഗ് ഫെയർ ആൻഡ് ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. അങ്ങനെ വരുമ്പോഴേക്കാണ് ഒരു ബാലൻസിംഗ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം നടപ്പാക്കാൻ പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ ഇതിനകത്തുള്ള മേജർ ക്രിറ്റിസിസം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഈ ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് എന്ത് നേച്ചർ മാത്രമേ ഉള്ളൂ? അഡ്വൈസറി നേച്ചർ മാത്രമേ ഉള്ളൂ. അത് ബൈൻഡിങ് അല്ല എന്നുള്ള കാര്യം ഓർക്കാം. ഇപ്പൊ നാളെ ഫിനാൻസ് കമ്മീഷൻ 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ഇങ്ങനെ റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്. സദേൺ ഇന്ത്യ സ്റ്റേറ്റുകൾക്ക് ഇപ്പോൾ കിട്ടുന്ന വിഹിതത്തിൽ നിന്നും കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ശതമാനം വർധനവ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ആ റെക്കമെൻഡേഷൻ അംഗീകരിക്കണം ഒരു നിർബന്ധമില്ല. ബിക്കോസ് അത് ബൈൻഡിങ് അല്ല, അതൊരു അഡ്വൈസറി നേച്ചർ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അത് കൃത്യമായിട്ട് ഓർക്കണം കേട്ടോ. അത് പ്രിലിംസിനൊക്കെ ആണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ അഡ്വൈസ് ബൈൻഡിങ് അല്ല, ഇറ്റ്സ് ഓൺലി അഡ്വൈസറി നേച്ചർ. ഇനി രണ്ടാമതായിട്ട് ഇതിനകത്ത് ഇൻഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇവർ കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് പലപ്പോഴും പല സംസ്ഥാനങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്നില്ല. കാരണം ഫിനാൻസ് കമ്മീഷൻ എടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ വൺ ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള കൺസെപ്റ്റ്, വൺ ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള കൺസെപ്റ്റ്. അതായത് ഒരു നിയമമായിരിക്കും ഉണ്ടാകുന്നത്. ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഒരുപോലെ ഇവരുണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ അല്ലല്ലോ. ഇപ്പം കൾച്ചറിന്റെ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ജോഗ്രഫി
ജോഗ്രഫി വൈസ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് വൺ ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള കൺസെപ്റ്റ് ഇവിടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് റൂളായിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷേ ആ നിയമത്തിനകത്ത് ഫ്ലെക്സിബിലിറ്റിയുടെ അളവുമില്ല. സോ ഇൻഫ്ലെക്സിബിലിറ്റീസ് ആണ് ഇവർ കൊടുക്കുന്ന പല നിർദ്ദേശങ്ങളിനകത്തും. ഐ മീൻ സം ക്രിട്ടിക്സ് ആർഗ്യൂ ദാറ്റ് റെക്കമെൻഡേഷൻസ് മേ നോട്ട് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു അക്കോമഡേറ്റ് ദ യുണീക് നീഡ്സ് ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഓരോ സംസ്ഥാനങ്ങളുടെ യുണീക് നീഡ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ഒരു റെക്കമെൻഡേഷൻ സാധിക്കാറില്ല. ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ പലപ്പോഴും സാധിക്കാറില്ല എന്നുള്ളതും ഇവരൊരു ക്രിറ്റിസിസമാണ്. പിന്നെ അതാണ് മെയിൻലി രണ്ട് ക്രിറ്റിസിസം ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ നിലവിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കുന്ന കാര്യം. അതായത് നിലവിൽ ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 15th ഫിനാൻസ് കമ്മീഷൻ പ്രകാരം 41% സെൻട്രൽ ഡിവിസിബിൾ പൂളായിട്ട് വെർട്ടിക്കൽ ഡിവിസിബിൾ പൂളായിട്ട് പോകുന്നത്. ഇതിനകത്ത് തന്നെ ഈ 41 പറയുന്നുണ്ടെങ്കിലും എഫക്റ്റീവ്ലി പലപ്പോഴും കൊടുക്കാറുള്ളത് 38% മാത്രമാണ്. അതിൽ തന്നെ മിക്ക സംസ്ഥാനങ്ങൾക്കും എസ്പെഷ്യലി സദേൺ ഇന്ത്യ സ്റ്റേറ്റുകളായ തമിഴ്നാട്, കേരളം, കർണാടക പോലുള്ള സദേൺ ഇന്ത്യ സ്റ്റേറ്റുകൾക്കൊക്കെ തന്നെ മിക്കവാറും കിട്ടാറുള്ളത് ആസ് ലോ ആസ് 32% മാത്രമാണ്. 41% ആണ് മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ആ മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനകത്ത് തന്നെ പലപ്പോഴും 38% വരെയൊക്കെ പോകാറുള്ളൂ. ഇനി അതിൽ തന്നെ പലപ്പോഴും ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള മറ്റ് സദൺ ഇന്ത്യ സ്റ്റേറ്റുകൾക്കൊക്കെ ആണെങ്കിലും പലപ്പോഴും കിട്ടാറുള്ളത് പൊട്ടൻഷ്യൽ റെഡ്യൂസിംഗ് സ്റ്റേറ്റ് ഷെയർ ടു ആസ് ലോ ആസ് 32% വരെ പോകാറുണ്ട്. അപ്പൊ ആവറേജ് പറയാറുള്ള 38 പോലും കൊടുക്കാറില്ലെന്നാണ് കേൾക്കുന്നത്. ബിക്കോസ് വേറൊന്നുകൊണ്ടല്ല, ഇപ്പൊ നിലവിൽ സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സുകളിൽ കൂടുതലും ടാക്സുകൾ ഏതായിട്ടാണ് സെസ്സും സർചാർജും ആയിട്ടാണ് കളക്ട് ചെയ്യപ്പെടുന്നത്. ഈ സെസ്സും സർചാർജും നമ്മൾ പഠിക്കുന്നതാണ്, മീൻസ് ടാക്സ് ഓൺ ടാക്സുകളാണ്. ഓൾറെഡി ടാക്സ് പിരിച്ച വസ്തുവിന്മേൽ വീണ്ടും ടാക്സ് ഏർപ്പെടുന്നതാണ് സെസ്സും സർചാർജും. ഈ സെസ്സും സർചാർജും ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട? സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൊടുക്കേണ്ട. അതാണ് സെസ്സിന്റെ സർചാർജിന്റെ പ്രത്യേകത. ഇറ്റ് ഡസൻ കംസ് അണ്ടർ ദ സെൻട്രൽ ഡിവിസിബിൾ പൂൾ. സെൻട്രൽ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സിനകത്ത് ഇല്ലാത്ത രണ്ട് ഐറ്റംസ് ആണ് സെസ്സും സർചാർജും. അതിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് കൂടുതലും ഫുൾ ആയിട്ട് മാർക്ക് തന്നെ എടുക്കാം, സെൻട്രൽ ഗവൺമെന്റ് എടുക്കാം. അപ്പൊ നമ്മളത് പരിശോധിച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഈടാക്കുന്ന ടാക്സുകൾ കൂടുതലും ഏത് നേച്ചർ ഉള്ളവയാണ്? സെസ്സും സർചാർജ് നേച്ചർ ഉള്ളവയാണ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ്ലി ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നതിന്റെ അളവ് ഒന്നും തന്നെ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നാമത്തെ ആവശ്യങ്ങൾ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന വേറൊന്നുമല്ല, അവരുടെ ടാക്സ് ഷെയറിന്റെ അളവ് കൂട്ടണം. അതായത് ഇപ്പൊ നിലവിൽ 41% ആണ്. ആ 41% അപ്രോക്സിമേറ്റ്ലി ഒരു 50%ലേക്കെങ്കിലും ഉയർത്താനായിട്ട് സാധിച്ചിരിക്കണം. അത്ര 50% ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക സംസ്ഥാനങ്ങൾ, ഇവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ ഇപ്പം കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ കിട്ടുകയും ചെയ്യും. ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത്തിരി കൂടുതൽ കിട്ടുകയും ചെയ്തോളും. ഇപ്പോൾ ഒരു ഫെയർ ബാലൻസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഡിവിസിബിൾ പൂളിലെ ഡിസ്പ്യൂട്ട്സ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഒഴിവാക്കണം. പ്രോസ്പെറസ് സ്റ്റേറ്റ്സ് ലൈക്ക് കർണാടക, തമിഴ്നാട് ആർഗ്യൂ ദേ റിസീവ് ലെസ് ഇൻ റിട്ടേൺ ഫോർ ദ ടാക്സ് കോൺട്രിബ്യൂഷൻ. അതായത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടും കർണാടകയും കേരളത്തിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ടാക്സ് വരുമാനം ഗവൺമെന്റ് കിട്ടുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് ഇവിടുത്തെ ടാക്സ് എഫിഷ്യൻസി ഒക്കെ തന്നെ എഫക്റ്റീവ് ആയതുകൊണ്ട്, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടാക്സുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടാക്സ് ഈവേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ട്. എന്നാലൊട്ട് ഈ സംസ്ഥാനങ്ങൾക്ക് റിവാർഡ് ആയിട്ടൊന്നും കിട്ടുന്നുമില്ല. കാരണം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുക. സെൻട്രലിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ഒരു മോട്ടിവേഷൻ കുറയും. വിച്ച് മീൻസ് കൂടുതൽ റവന്യൂ കളക്ട് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻസ് കുറഞ്ഞേക്കാം. അപ്പൊ അതിനെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫ്യൂച്ചർ ബെനിഫിറ്റുകൾ, പൊട്ടൻഷ്യൽ ഈ പറഞ്ഞ പോലെ ടാക്സ് ബെനിഫിറ്റുകൾ എന്തെങ്കിലും ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻ അനുപാതികമായിട്ട് പ്രൊപ്പോർഷൻ ആയിട്ട് ഇവർക്ക് കൂടുതൽ റിവാർഡ് ചെയ്യണം എന്നുള്ളതും ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം പറയുന്ന കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ ക്രിറ്റിസിസംസിന്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക, നോട്ട് ബൈൻഡിങ് ആണ്. പിന്നെ വൺ ഫിറ്റ് ഫോർ ഓൾ കൺസെപ്റ്റ് എടുക്കുന്നത്, വിച്ച് മീൻസ് ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ റെക്കമെൻഡേഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന അവരുടെ ടാക്സിന്റെ ഷെയർ കൂട്ടണം. 50%, ഇപ്പോൾ 41% കൊടുക്കുന്നത് അത് 50%ലേക്കെങ്കിലും ഉയർത്താൻ സാധിക്കണം. അതുവഴി പറഞ്ഞതുപോലെ റീജിയണൽ ഡിസ്പാരിറ്റീസ് കുറയ്ക്കാൻ സാധിക്കണം. ഇവിടെ ഡെവലപ്ഡ് ആണ് എന്നല്ല, പ്രോസ്പെറസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സദേൺ ഇന്ത്യ സ്റ്റേറ്റുകൾക്ക് കുറവ് വരുമാനം കൊടുക്കാനൊന്നും പാടില്ല. ഇക്വിറ്റബിളി ഒരു റീസണബിൾ എമൗണ്ട് ഫെയർ ഷെയർ അവർക്കും കൊടുക്കാൻ സാധിക്കണമെന്നും ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രിലിംസിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ടേമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലൈക്ക് ഫ്രണ്ട് ഷോറിങ്ങും അതുപോലെ തന്നെ റീഷോറിങ്. ഇത് നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് മാറാവുന്ന രണ്ട് പേരുകളാണ്. ഈ പറഞ്ഞ ഫ്രണ്ട് ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകളിലൊക്കെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് ടേമുകളാണ് ഫ്രണ്ട് ഷോറിങ്ങും റീഷോറിങ്ങും. ഇവിടെ ഫ്രണ്ട് ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇത് ഇന്ത്യ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിൽ എ എന്ന് പറയുന്ന ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഈ എ എന്ന് പറയുന്ന കമ്പനിക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ ഒരുപാട് ഇൻഡിവിജ്വൽ കമ്പോണൻസുകളൊക്കെ ആവശ്യമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് ഇവർ സോഴ്സ് ചെയ്യുന്ന വേറൊരു രാജ്യം, ഓക്കെ, ഇപ്പോൾ റഷ്യ എന്നാണ് സോഴ്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. റഷ്യ എന്നാണ് സോഴ്സ് ചെയ്യുന്നത്. ഈ സോഴ്സ് ചെയ്യാനായിട്ട് ഇവിടെ നിന്നാണ് റോ മെറ്റീരിയൽസ് എല്ലാം ഈ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വരുന്നത്. ഇതിനായിട്ട് എന്തുകൊണ്ടാണ് ഇവർ റഷ്യ ചൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് കുറച്ചുകൂടെ ഷെയർഡ് ആയിട്ടുള്ള വാല്യൂസ് ഉള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. ഓൾ വെദർ ഫ്രണ്ട് ആണല്ലോ, ഇന്ത്യയുടെ ഓൾ വെദർ ഫ്രണ്ട് ആണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഈ പറഞ്ഞ
പറഞ്ഞ പോലെ ഒരു രാജ്യത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന കമ്പനി, ആ കമ്പനിക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ തന്നെ സോഴ്സ് ചെയ്യുന്ന രാജ്യം ഇവരുടെ പേരന്റ് കൺട്രിയുടെ ഷെയർഡ് ആയിട്ടുള്ള സിമിലർ വാല്യൂസ് ഉള്ള രാജ്യമാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ഫ്രണ്ട് ഷോറിംഗ്. നമ്മുടെ ഇതിന് മറ്റൊരു പേരുണ്ട്, അലൈ ഷോറിംഗ് എന്നും പറയാറുണ്ട്. ALLY, അലൈ ഷോറിംഗ്, SHORING, അലൈ ഷോറിംഗ്. ഓക്കെ, അലൈ ഷോറിംഗ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ഷോറിംഗ് എന്നറിയപ്പെടുന്നത് എല്ലാം തന്നെ സെയിം കൺസെപ്റ്റ് ആണ്. ഒരു കമ്പനി അവരുടെ പേരന്റ് രാജ്യം മീൻസ് അവർ ലൊക്കേറ്റ് ചെയ്യുന്ന രാജ്യം, ആ രാജ്യത്തിന് സിമിലർ വാല്യൂസ് കൽപ്പിക്കപ്പെടുന്ന രാജ്യത്ത് നിന്നും ഈ പറഞ്ഞ പോലെ ഈ കമ്പനിക്ക് വേണ്ടുന്ന സോഴ്സുകൾ, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അങ്ങനെ ഇൻഡിവിജ്വൽ കമ്പോണന്റുകളൊക്കെ ആയിക്കോട്ടെ, ഇത് സോഴ്സ് ചെയ്യുന്ന പറയുന്ന പേരാണ് ഫ്രണ്ട് ഷോറിംഗ്. ദെൻ റീഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഈ ഒരു രാജ്യം, ഓക്കെ, ഈ ഒരു രാജ്യം എ എന്ന് പറയുന്നത് ഇന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്തോ ഇവിടുത്തെ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ എ എന്ന് പറയുന്ന കമ്പനിക്ക് UAE പോകണമെന്ന് വിചാരിച്ചു. ഗൾഫ് രാജ്യത്തേക്ക് ഇവര് റീലൊക്കേറ്റ് ചെയ്തു. അതിനെയാണ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അവർ UAE പറഞ്ഞ പോലെ ആ കമ്പനിയുടെ സ്ഥാപനങ്ങളെല്ലാം മെയിൻ ഇതെല്ലാം മാറ്റി. അതിനുശേഷം വീണ്ടും ഇവിടെ ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങളൊക്കെ തന്നെ ബെറ്റർ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ എ എന്ന് പറയുന്ന കമ്പനി തിരിച്ച് അവരുടെ സ്വന്തം പേരന്റ് രാജ്യമായ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് ഇതിനെ റീഷോറിംഗ് എന്ന് അറിയപ്പെടാറുള്ളത്. റീഷോറിംഗ്, ഓൺ ഷോറിംഗ് എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. റീഷോറിംഗിന് മറ്റൊരു പേരാണ് ഓൺ ഷോറിംഗ്. ഫ്രണ്ട് ഷോറിംഗിന്റെ മറ്റൊരു പേരാണ് അലൈ ഷോറിംഗ്, ALLY, അലൈ ഷോറിംഗ് എന്ന് അറിയപ്പെടുന്ന ഒരു കാര്യം ഓർത്തിരിക്കും കേട്ടോ. ഫ്രണ്ട് ഷോറിംഗ് ആ പേര് തന്നെയുണ്ട്. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സിമിലർ വാല്യൂസ് ഉള്ള എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം സിമിലർ വാല്യൂസ്, നമ്മുടെ സ്വന്തം രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട സിമിലർ വാല്യൂസ് ഉള്ള രാജ്യങ്ങളിൽ നിന്നും ഈ പറഞ്ഞ കമ്പോണന്റുകളൊക്കെ സോഴ്സ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫ്രണ്ട് ഷോറിംഗ് ഓർ അലൈ ഷോറിംഗ്. എന്നാൽ അതേ സാഹചര്യത്തിൽ നമ്മുടെ പേരന്റ് രാജ്യത്തേക്ക്, ഒറിജിനൽ കൺട്രിയിലേക്ക് നമ്മൾ തിരികെ വരുന്നതിനെയാണ് നമ്മൾ ഓൺ ഷോറിംഗ് അല്ലെങ്കിൽ റീഷോറിംഗ് എന്ന് പറയപ്പെടുന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഹൗ ട്യൂബർകുലോസിസ് ഡീസ്റ്റെബിലൈസസ് ദ മെന്റൽ മോർണിംഗ്സ് ഓഫ് പേഷ്യൻസ് ആണ് അറിയപ്പെടുന്നത്. ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. ഇവിടെ മെയിൻലി ഹൈലൈറ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ട്യൂബർകുലോസിസ് ആണ്. ഓക്കെ, ട്യൂബർകുലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരാം. സോ TB അഥവാ ട്യൂബർകുലോസിസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം, വേൾഡ് TB ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയാണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ലോകത്ത് TB ബർഡനും TB പേഷ്യൻസ് ഒക്കെ ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണെങ്കിലും മരണനിരക്കും TB മൂലമുള്ള മരണനിരക്കും താരതമ്യേന കൂടുതലാണെന്നുള്ള കാര്യം ഓർക്കുക. ബൈ 2025, 2025 നമുക്ക് TB കംപ്ലീറ്റ്ലി ഇലിമിനേറ്റ് ചെയ്യണം, ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് പറയപ്പെടുന്നത്. പക്ഷെ എനിവേ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇത് വൈറൽ ഇൻഫെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിച്ച് ചോദിക്കാം. ഇത് വൈറസ് ഒന്നും അല്ല കോസ് ചെയ്യുന്നത്, TB കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് സ്പ്രെഡ് ത്രൂ ഇൻഹേലിംഗ് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഫ്രം ദ കഫ്സ് ഓർ സീസസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. ഓക്കെ, ഇത് സ്പ്രെഡ് ചെയ്യാൻ പോസിബിൾ ആണ്, കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസ് ആണെന്നുള്ള കാര്യം നോക്കാം. ആ ഒരു പോയിന്റ് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് ആവശ്യം വരും. അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സപ്പോൾ ഈ പറഞ്ഞ പോലെ പകരാൻ ചാൻസ് ഉള്ളതാണ്, കണ്ടേജിയസ് എന്നുള്ള കാര്യം ഓർക്കുക. മെയിൻലി ട്യൂബർകുലോസിസ് അഫക്ട് ചെയ്യുന്ന ലങ്സിനെയാണ്, പക്ഷേ ഇറ്റ് ക്യാൻ ഓൾസോ അഫക്ട് എനി പാർട്ട് ഓഫ് ദ ബോഡി. അത് ഓർത്തിരിക്കണം കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ ട്യൂബർകുലോസിസ് ലങ്സിനെ ബാധിക്കുന്നു, അതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമുക്ക് അറിയാവുന്നു. പക്ഷേ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ലങ്സിനെ മാത്രമല്ല, ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തിനെ വേണമെങ്കിൽ TB ബാധിക്കാം എന്നുള്ള കാര്യം ഓർക്കുക. ഇൻക്ലൂഡിംഗ് അബ്ഡോമിൻ ബാധിക്കാം, ഗ്ലാൻഡുകളെ ബാധിക്കാം, ബോൺസിനെയും നെർവസ് സിസ്റ്റം ഒക്കെ തന്നെ ബാധിക്കാവുന്നതാണ് TB എന്ന് പറയുന്നത്. ആൻഡ് TB ഈസ് എ പൊട്ടൻഷ്യലി സീരിയസ് കണ്ടീഷൻ, ബട്ട് ഇറ്റ് ക്യാൻ ബി ക്യൂർഡ്. ഈ പോയിന്റ് ഓർത്തിരിക്കാം. TB എന്ന് പറയുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. ബട്ട് നിലവിലെ നമ്മുടെ മെഡിക്കൽ സാധ്യതകളെല്ലാം വെച്ചിട്ട് TB എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, TB നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണെന്നുള്ള കാര്യം നോക്കുക. അതിന് വേണ്ടുന്ന ആന്റിബയോട്ടിക്സ് ഒക്കെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ആന്റിബയോട്ടിക്സുകൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, ഡോക്ടറിന്റെ ഗൈഡൻസോടുകൂടി ട്രീറ്റ്മെന്റിലൂടെ എടുത്ത് ഏകദേശം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം പീരീഡിൽ, ഈ പറഞ്ഞ പോലെ 6 മാസം 1 വർഷം അത്ര ഒരു ടൈം പീരീഡിൽ നമുക്ക് ഈ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് TB എന്നുള്ള കാര്യം. വിത്ത് ദ റൈറ്റ് ആന്റിബയോട്ടിക്സ് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് TB കൂടെ അറിഞ്ഞിരിക്കാം, കാരണം ഇതൊക്കെ നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് മാറുന്നതാണ്. ടൈപ്സ് ഓഫ് TBക്കകത്ത് മെയിൻലി നമുക്ക് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്, പൾമണറി TBയും അതേപോലെ ലേറ്റന്റ് TB. ഇതിൽ പൾമണറി TB എന്ന് പറയുന്നതാണ് ലങ്സിനെ അഫക്ട് ചെയ്യുന്ന TBയുടെ പേരാണ് പൾമണറി TB. ആൻഡ് ദ മോസ്റ്റ് കണ്ടീജിയസ് ടൈപ്പ്, ഇതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പകരാൻ ചാൻസ് ഉള്ളവയാണ് ഈ ഒരു പൾമണറി TB എന്നുള്ള കാര്യം ഓർക്കുക. ബട്ട് ഇതൊരു കാര്യം ഓർക്കണം, ബട്ട് ഇറ്റ് യൂഷ്വലി ഓൺലി സ്പ്രെഡ്സ് ആഫ്റ്റർ പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു സമ്മൺ വിത്ത് ഇൽനെസ്. ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ആളുമായിട്ട് നിരന്തരം ഒരുപാട് നേരത്തെ ഈ പറഞ്ഞ പോലെ സമ്പർക്കത്തിലൂടെ മാത്രമേ, ഈ പറഞ്ഞ പോലെ ഒരു കോൺടാക്റ്റിലൂടെയാണ് ഇത്, പ്രൊലോങ്ഡ് എക്സ്പോഷറിലൂടെ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹെൽത്തി പീപ്പിളിലും ഇത് നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡിഫൻസീവ് മെക്കാനിസം ശരീരത്തിന് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഡിഫൻസീവ് മെക്കാനിസത്തിലൂടെ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊക്കെ സാധിക്കും. നോർമലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിന്റെ വൈറസ് മീൻസ് ബാക്ടീരിയസിനെ ഒക്കെ തന്നെ കില്ല് ചെയ്ത് കളയുകയും നമുക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. ബട്ട് നമുക്ക് പിടിപെട്ടിരിക്കുന്ന ലേറ്റന്റ് TB ആണെങ്കിൽ, ലേറ്റന്റ് TB എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഓർക്കേണ്ട കാര്യമുണ്ട്. ഈ TB വിഭാഗത്തിൽ സ്പ്രെഡ് ചെയ്യാത്ത ഒരു TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേറ്റന്റ് TB, വിച്ച് ഈസ് ലേറ്റന്റ് TB ആർ നോട്ട് ഇൻഫെക്ഷ്യസ് ടു അതേഴ്സ്. ആ പോയിന്റ് ഓർത്തിരിക്കണം കേട്ടോ. ഇപ്പൊ TBയിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള പൾമണറി TB ആണ്.
മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാത്ത ടി ബി ഏതാണെന്ന് ചോദിച്ചാൽ ലേറ്റന്റ് ടി ബി ആണ്. ഈ ലേറ്റന്റ് ടി ബി എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ബാക്ടീരിയ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പതുക്കെ ഈ പറഞ്ഞ പോലെ വീക്കറായി തുടങ്ങും. വീക്കറായി തുടങ്ങുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബാക്ടീരിയസിനെ കില്ല് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ സ്റ്റിൽ ഇമ്മ്യൂൺ സിസ്റ്റം വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ടീരിയ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പകരുന്നത് അല്ലെങ്കിൽ പടരുന്നത് ഈ പറഞ്ഞ പോലെ തടയാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇതിനകത്ത് എന്തുണ്ടാവില്ല, സിംറ്റംസ് ഉണ്ടാവില്ല. പലപ്പോഴും എന്തുകൊണ്ടാണ് ടി ബി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സിംറ്റംസ് പുറത്തേക്ക് വരത്തില്ല. വൺസ് ഈ ലേറ്റന്റ് കഴിഞ്ഞ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, ആക്റ്റീവ് ടി ബി എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഈ സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുന്നത്. അന്നേരത്തേക്ക് ഇതിന്റെ സ്റ്റേജ് മാറിയിട്ടും ഉണ്ടാവും. സോ ലേറ്റന്റ് ടി ബി സ്റ്റേജിൽ ഇത് ഇൻഫെക്ഷ്യസ് അല്ല എന്നുള്ള കാര്യം ഓർക്കാം. ബട്ട് ഈ ബാക്ടീരിയ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം, അതുകൊണ്ടാണ് ഇവനെ ലേറ്റന്റ് എന്ന് ബേസിക്കലി അറിയപ്പെടുന്നത്. ഇനി അടുത്ത ടി ബി ആണ് ഈ പറഞ്ഞ ലേറ്റന്റ് കഴിഞ്ഞ്, മെയിൻലി പൾമണറി ലേറ്റന്റ് ആണ്. ഈ ലേറ്റന്റ് സീരിയസ് ആയി കഴിയുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, ആക്റ്റീവ് ടി ബി ആയിട്ട് മാറുന്നത്. വൺസ് ആക്റ്റീവ് ടി ബി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളിത് ടി ബി പകരാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. സോ പകരാൻ ചാൻസ് ഉള്ള ടി ബിസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പൾമണറി ടി ബിയും അതുപോലെ ആക്റ്റീവ് ടി ബി ആണ്. പകരത്തില്ലാത്തതായിട്ടുള്ള നോൺ കണ്ടീജിയസ് ആയിട്ടുള്ള ടി ബി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലേറ്റന്റ് ടി ബി. ഓക്കെ, സോ ഇവിടെ ആക്റ്റീവ് ടി ബി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ടോട്ടൽ തന്നെ വീക്ക് ആയി തുടങ്ങും. അവിടെ ഈ പറഞ്ഞ പോലെ ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തെ ഫുള്ള് കീഴടക്കി ലങ്സിലും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആക്റ്റീവ് ടി ബി ആയി കഴിയുമ്പോൾ വിത്തിൻ ഫ്യൂ വീക്സ് ഈ പറഞ്ഞ പോലെ സിംറ്റംസ് കണ്ടു തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് അതിനെ ആക്റ്റീവ് ടി ബി എന്ന് വിളിക്കപ്പെടാറുള്ളത്. ആൻഡ് അബൌട്ട് 1/4 ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ഇസ് എസ്റ്റിമേറ്റഡ് ടു ബി ഇൻഫെക്റ്റഡ് ബൈ ടി ബി ബാക്ടീരിയ. ലോക ജനസംഖ്യയുടെ 1/4 ഈ പറഞ്ഞ പോലെ ടി ബി ബാക്ടീരിയയിലൂടെ ഇൻഫെക്റ്റഡ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ബട്ട് ഓൺലി 5 to 15% പീപ്പിൾ വിൽ ഫോൾ ഇൻ വിത്ത് ആക്റ്റീവ് ടി ബി കേസ്. 1/5 ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടി ബി വൈറസ് മീൻസ് ടി ബി ബാക്ടീരിയാസ് പിടിപെട്ടിട്ടുണ്ടെന്നാണ് കൽപ്പിക്കപ്പെടുന്നത്. പക്ഷെ അതിൽ തന്നെ 5 മുതൽ 15% ആളുകളുടെ കാര്യത്തിൽ അത് എന്തായിട്ട് മാറുള്ളൂ, ആക്റ്റീവ് ടി ബി ആയിട്ട് മാറുള്ളൂ. ബാക്കി പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് സപ്രസ് ചെയ്ത് പോയിക്കോളും. സോ ബട്ട് ലേറ്റന്റ് ടി ബി കുഡ് ഡെവലപ്പ് ഇൻ ആക്റ്റീവ് ടി ബി അറ്റ് ദ ലേറ്റർ സ്റ്റേജ്. പക്ഷെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ ലേറ്റന്റ് ടി ബി എന്തായിട്ട് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്, ആക്റ്റീവ് ടി ബി ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പർട്ടിക്കുലർലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയി കഴിയുമ്പോഴേക്കും ഈ ലേറ്റന്റ് ടി ബി എന്തായിട്ട് മാറും, ആക്റ്റീവ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ടി ബി പേഷ്യൻസ് കൂടുതൽ ഈ പറഞ്ഞ താരതമ്യേന ഈ പറഞ്ഞ പോലെ HIV ബാധിതരാകുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ താരതമ്യേന ടി ബി കേസുകൾ കൂടുതൽ കണ്ടുവരാറുണ്ട്. ബിക്കോസ് അവരുടെ കാര്യത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ലേറ്റന്റ് ടി ബി ആയിട്ട് ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ടി ബി ആയിട്ട് മാറാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ മെയിൻലി നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ ഇപ്പൊ ടി ബിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിടിയിട്ടിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. ഹൗ ട്യൂബർകുലോസിസ് ഡീസ്റ്റെബിലൈസസ് ദ മെന്റൽ മ്യൂറിങ്സ് ഓഫ് പേഷ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ടി ബി ബാധിതരായ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീജിയസ് ആണ് ഈ അസുഖം എന്ന് പറയുന്നത്, എസ്പെഷ്യലി പൾമണറി ടി ബിയും ആക്റ്റീവ് ടി ബിയും. ഇത് കണ്ടീജിയസ് ആണ്, നമുക്കാണല്ലോ അറിയാം ടി ബി പകരാൻ ചാൻസ് ഉള്ളതാണ് എന്ന് മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ ഈ വൺസ് ടി ബി ഈ പറഞ്ഞ പോലെ ടി ബി ബാധിതരായ ആളുകളെ അവരോട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ മീൻസ് അവരുടെ അടുത്ത് ചെല്ലാനായിട്ടൊക്കെ തന്നെ പലപ്പോഴും ആളുകൾ മടി കാണിക്കാറുണ്ട്. അവരെ സമൂഹത്തിൽ നിന്നും അകത്തി മാറ്റി നിർത്തുന്ന ഒരു നിലപാട് പല സ്ഥലങ്ങളിലും കണ്ടുവരാറുണ്ട്. സോ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് മാനസികപരമായിട്ട് വ്യക്തികൾക്ക് ഈ പറഞ്ഞ വൺസ് ടി ബി പറഞ്ഞ ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ഈ പറഞ്ഞ അത് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഇടയുണ്ട്. അല്ലെങ്കിൽ അവരെ തന്നെ ഈ പറഞ്ഞ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് സമൂഹത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തുമ്പോഴേക്കും അവർക്ക് ഓട്ടോമാറ്റിക്കലി പറഞ്ഞ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസുകളൊക്കെ തന്നെ വരാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ അവർക്ക് എന്താ പറയാ ഒരു എന്താ പറയുക സമൂഹം മാറ്റി നിർത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു വിഷമവും കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ ടി ബി പേഷ്യൻസിൽ കൂടുതലും കണ്ടുവരുന്നതായിട്ടും പറയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളുടെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഡിസപ്പോയിന്റഡ് ആവുകയും അവർ ഈ പറഞ്ഞ പോലെ എന്താ പറയാ അവർക്ക് അവരുടെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട് കൂടുതലും. നമ്മൾ ഡിസപ്പോയിന്റഡ് ആവുകയും അല്ലെങ്കിൽ അത്തരത്തിൽ മെന്റൽ കണ്ടീഷൻസ് ഒക്കെ ഫെയിൽ ആവുകയും ചെയ്യുമ്പോഴേക്കും ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകാൻ ചാൻസ് ഉണ്ട്. ആ ടൈമിലും അത്തരത്തിൽ ആളുകൾ ഈ പറഞ്ഞ ടി ബി കണ്ടുവരാറുണ്ട്. അപ്പൊ രണ്ട് രീതിയിലും പറയാറുണ്ട്, ടി ബി ബാധിതരായ ആളുകളിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും കണ്ടുവരാറുണ്ട്. ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളിൽ ഈ പറഞ്ഞ പോലെ ടി ബിയും ഡിറ്റക്ട് ചെയ്യപ്പെടാറുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് മെയിൻലി ആ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആർട്ടിക്കിളിനകത്ത് ഇതിന് ഉപരിയായിട്ട് നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ നമ്മൾ നേരത്തെ പഠിച്ചിത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏത് വർഷത്തോടുകൂടിയാണ് ടി ബി കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 2025 നമ്മളത് ടാർഗറ്റ് വെച്ചിരിക്കുന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇഷ്ടമാണ് ആ ഒരു ആർട്ടിക്കിളിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിളാണ്, ഇന്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവ് ആർട്ടിക്കിളാണ്. ഭൂട്ടാൻ ആൻഡ് ഇന്ത്യ ഡിസ്കസ് ഗെലെഫു ഹൈഡൽ പവർ പ്ലാന്റ്സ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഒരു വാർത്ത വരാൻ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഭൂട്ടാന്റെ രാജാവ് ഈ പറഞ്ഞ പോലെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ, ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് തന്നെയാണ് ഭൂട്ടാന്റെ രാജാവും അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കാണുന്നത്. ഈ സന്ദർശന വേളയിൽ ഒരുപാടധികം എഗ്രിമെന്റുകൾ നമ്മൾ പരസ്പരം സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭൂട്ടാനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നെയ്ബറിംഗ് കൺട്രിയാണ്, ഒരു ഹിമാലയൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഹെവിലി ബ്ലസ് വിത്ത് ഹൈഡ്രൽ എനർജി ഒരുപാട് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഭൂട്ടാന് കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഭൂട്ടാൻ എന്ന് പറയുന്ന ചെറിയ രാജ്യമാണ്, സാമ്പത്തികപരമായിട്ട് അത്രയും കെൽപ്പില്ലാതിരുന്ന കാരണം തന്നെ അവരെ എല്ലാ കാലത്തും ഈ പറഞ്ഞ പോലെ ആര് സഹായിച്ചിട്ടുണ്ട്, ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. അത്
മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന ഹൈഡൽ പവർ പ്ലാന്റ്സുകളൊക്കെ തന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കമ്പനീസ് ആണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് അവിടെ ഹൈഡൽ പവർ സ്റ്റേഷൻസ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹൈഡൽ പവർ സ്റ്റേഷൻസ് ഇന്ന് ഒരുപാടെണ്ണം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ സർപ്ലസ് ഇലക്ട്രിസിറ്റി ആര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഈ ഭൂട്ടാൻ ഉൽപ്പാദിക്കുന്നുണ്ട്. അപ്പം ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ നിലവിൽ ഈ പറഞ്ഞ പോലെ ഭൂട്ടാൻ സർപ്ലസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണെന്നുള്ള കാര്യം ഓർക്കാം. അവർ സർപ്ലസ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് നിലവിൽ ഇന്ത്യക്ക് നൽകാറുണ്ട്. ഇന്ത്യ അത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിലേക്കും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് എക്സ്പോർട്ട് ചെയ്യാറുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അതുകൊണ്ട് ഒരു സർപ്ലസ് ഇലക്ട്രിസിറ്റി രാജ്യമാണ് ഭൂട്ടാൻ. ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പുതിയൊരു നമ്മളെ ഇന്ത്യയും ഭൂട്ടാനും കൂടെ ചേർന്ന് സഹകരിച്ച് ഇപ്പം പുതിയൊരു പവർ പ്ലാന്റ്, ഹൈഡൽ പവർ പ്ലാന്റ് ഭൂട്ടാനിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് കോൾഡ് പുനാറ്റ് സാങ്ചു. ഈ പറഞ്ഞ പുനാറ്റ് സാങ്ചു 2 ഹൈഡൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നതാണ്. അത് ഓൾമോസ്റ്റ് നിയർ കംപ്ലീഷൻ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഈ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയാ അതിന്റെ വർക്കിംഗിന്റെ ഒക്കെ ഈ പറഞ്ഞ പോലെ അപ്ഡേഷൻസ് ഈ പറഞ്ഞ പോലെ ഈ വേളയിൽ വെച്ചിട്ട് പരസ്പരം അങ്ങോട്ട് കൊണ്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മെയിൻലി ഈ പറഞ്ഞ ലക്ഷ്യം വെക്കാൻ പോകുന്നത് മെയിൻലി ഇപ്പൊ ഈ വരവോടുകൂടി ഇന്ത്യയും ഭൂട്ടാനും ഫർദർ ഈ പറഞ്ഞ ഹൈഡൽ പവർ പ്ലാന്റുകൾ കൂടുതൽ ഉണ്ടാക്കാനായിട്ടുള്ള കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അർബൻ പ്ലാനിംഗ് മേഖലയിൽ ഭൂട്ടാന് ഇന്ത്യ സഹായിക്കാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് അർബൻ പ്ലാനിംഗ്. വിച്ച് മീൻസ് ഭൂട്ടാൻ അവരുടെ സ്ഥലത്ത്, അവരുടെ ഭൂട്ടാനിൽ ഈ പറഞ്ഞ പോലെ ഒരു പുതിയൊരു അർബൻ സിറ്റി പ്ലാനിംഗ് നടത്തിയിരിക്കുകയാണ്. അതിന്റെ പേരാണ് ഗെലഫു മൈൻഡ്ഫുൾ സിറ്റി പ്രോജക്ട്. ഗെലഫു മൈൻഡ്ഫുൾ സിറ്റി പ്രോജക്ട് എന്ന് പറയുന്നത്. അതായത് ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഗെലഫു. ആ ഗെലഫു കേന്ദ്രീകരിച്ച ഒരു മൈൻഡ്ഫുൾനെസ് സിറ്റി പ്രോജക്ട് ഏകദേശം 1000 സ്ക്വയർ കിലോമീറ്റർ ദൈർഘ്യം മീൻസ് ചുറ്റളവിലുള്ള ഒരു സിറ്റി പ്രോജക്റ്റ് ആണ്. ഈവൻ നമ്മുടെ സിംഗപ്പൂർ സിറ്റിയേക്കാളും വലിയൊരു സിറ്റി പ്രോജക്റ്റ് ആണ് ഇവർ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഗെലപ്പു മൈൻഡ്ഫുൾ സിറ്റി പ്രോജക്ട് എന്ന് പറയുന്നത്. ഒരുപാടധികം പുതിയ പുതിയ സ്ഥാപനങ്ങളും എയർപോർട്ടുകളും ഒക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു നിർമ്മാണ വേളയിൽ ആ ഒരു അർബൻ പ്ലാനിങ്ങിൽ ഇന്ത്യ സഹകരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ എയർപോർട്ട് പണിയാനായിട്ടും അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിനൊക്കെ തന്നെ വേണ്ടിയിട്ടും ഇന്ത്യ സഹകരിക്കും എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗെലപ്പു മൈൻഡ്ഫുൾ സിറ്റി പ്രോജക്ട് ആരുടെ ഒരു ഇതാണ്? ഭൂട്ടാന്റെ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇതിലേക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ആ ഒരു മാപ്പ് ബേസ് നോക്കുവാണെങ്കിൽ ഗെലപ്പു എന്ന് പറയുന്നത് നമ്മൾ കണ്ടോ ആസാമുമായിട്ട് ചേർന്ന് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിനകത്ത് ഈ ഒരു ലൈനിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്ന പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള റെയിൽ റൂട്ടാണ് കൊക്രജ്ഹർ, ഇന്ത്യയിൽ ആസാമിലെ കൊക്രജ്ഹറിൽ നിന്നും ഗെലപ്പൂലേക്ക് റെയിൽ റൂട്ടും റെയിൽവേസും റെയിൽ കണക്ടിവിറ്റിയും കൂടെ കൊണ്ടുവരാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളുടെ വരവ് ഭൂട്ടാനിലേക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. ഭൂട്ടാനിൽ എസ്പെഷ്യലി പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാടധികം മാറ്റങ്ങൾ വരുത്തി. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഭൂട്ടാനിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഭൂട്ടാന്റെ ശരിക്കും പറഞ്ഞാൽ ടൂറിസം മേഖലയിൽ കുറച്ചുകൂടെ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെക്കാൻ പറ്റും. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലീൻ എനർജി ഒക്കെ തന്നെ കൂടുതൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഈ ഗെലപ്പു ഈ മൈൻഡ്ഫുൾ സിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ കൂടുതലും കമ്പനികളൊക്കെ ആണെങ്കിലും ക്ലീൻ എനർജി ബേസിലൊക്കെ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു റെയിൽ ലിങ്ക് നമുക്ക് ഡയറക്റ്റ്ലി ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ ഭൂട്ടാനിലേക്ക് പോവുകയും ഭൂട്ടാനിൽ നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ഇത് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന സക്സസ്ഫുൾ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം നോർത്ത് ഈസ്റ്റിലെ ആളുകൾക്ക് തന്നെ എംപ്ലോയ്മെന്റ് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ടൂറിസം എന്ന് പറയുമ്പോൾ ഒരുപാട് എംപ്ലോയ്മെന്റ് ജനറേഷൻ പോസിബിലിറ്റി ഉള്ളതാണ്. അത് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിലെ ഡെവലപ്മെന്റിന് അത് സഹായിക്കും. ബിക്കോസ് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് അവിടെ പോയി ജോലി ചെയ്യാനായിട്ടും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഈ റെയിൽ റോഡ് കണക്ടിവിറ്റിയുടെ ഭാഗമൊക്കെ ആയിട്ട് വർക്കുകളൊക്കെ ഒരുപാട് വരുമ്പോഴേക്കും ഒരുപാട് പേർക്ക് ജോലി അവസരങ്ങൾ കിട്ടാൻ സാധിക്കും. ആ ജോലി അവസരങ്ങൾ തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ്, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിന്റെ ഡെവലപ്മെന്റിലേക്കും സഹായിക്കുന്ന പദ്ധതിയായിട്ടാണ് ഇതിനെ കരുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കേണ്ട ഈ ഗെലപ്പു മൈൻഡ്ഫുൾനെസ് സിറ്റി പ്രോജക്ട് ആരുടെയാണ്? ഭൂട്ടാന്റെ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ സഹകരിക്കാൻ പോകുന്ന ഇന്ത്യ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. പിന്നെ ഒരു ക്രോസ് ബോർഡർ കണക്ടിവിറ്റി റെയിൽ റോഡ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ഗെലപ്പു ആൻഡ് കൊക്രജ്ഹർ ഇൻ ആസാം. ഗെലപ്പു ഭൂട്ടാനിൽ, കൊക്രജ്ഹർ ആണ് ആസാമിലുള്ളത്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത്, ഈ രണ്ട് സിറ്റികളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് റെയിൽ റോഡും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ജസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഇനി നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന പോലെ ഒരു പ്രിലിംസിന് MCQ ക്വസ്റ്റൻ ആണ് റിഗാർഡിംഗ് വിത്ത് ഫിനാൻസ് കമ്മീഷൻ. ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ പഠിച്ചാണ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച്. 2 statement ക്വസ്റ്റൻ ആണ്. പിന്നെ ആൻസർ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും കറക്റ്റ് ആൻസർ നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.